السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته أجمعين. حبيب العالمين فداك روحي وأرواح الأئمة والولاة رسول العالمين فداك عرضي وعراض الأحبة والتقاة ويا علم الهدى يفديك عمري وما لي يا نبي المكرمات فداك الكون يا عطر السجايا فما للناس دونك من زكاتي. സർവാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെയും അവിടുന്ന് ലോകത്തിന് നൽകിയ ദർശനങ്ങളെയും എല്ലാം വിശദീകരിക്കുവാൻ വേണ്ടി ലോകത്തെമ്പാടും വേദികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, കഴിഞ്ഞ വർഷം ഇതുപോലെ 7 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രപഞ്ചത്തെ കുറിച്ച് പറയുകയും, ഈ വർഷം അതിന്റെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം 7 ദിവസം പറയുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കപ്പെടാൻ ലോകത്തൊരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളെയും ചരിത്രത്തിൽ നിന്ന് എടുത്തു തരാൻ സാധ്യമല്ല. ഒരുപക്ഷെ ചിന്തകന്മാരെയും സാമൂഹിക വിപ്ലവം നടത്തിയവരെയും ഒക്കെ കാണിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ വിലാസം നേടിയ ആളുകളെ കുറിച്ച് പറയാൻ ഒരുപക്ഷെ ദിവസങ്ങൾ നമുക്കുണ്ടായേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ഒരുപാട് തവണ ആവർത്തിച്ച് പറയാൻ, അതിലേറെ ആവർത്തനമില്ലാതെ തുറന്നു പറയാൻ മാത്രം വിശാലമായി കിടക്കുന്ന അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ പരാമർശിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയേണ്ടത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ വചനങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നടപ്പ്, അവിടുത്തെ ഇരിപ്പ്, അവിടുത്തെ കിടപ്പ്, അവിടുത്തെ പുരികം, അവിടുത്തെ കണ്ണ്, അവിടുത്തെ ഇമകൾ, അവിടുത്തെ പല്ലിന്റെ ഭംഗി തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിമുടി അവയവങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് അവിടുത്തെ സൗന്ദര്യ ലോകത്തെക്കുറിച്ച് പറയാൻ ഒരാൾ ശ്രമിച്ചാൽ, മഹാന്മാരായ ഇമാമുകൾ പാരാവാര സമാനമായി എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥശേഖരങ്ങളുടെ അടുത്തിരുന്ന് അരിച്ചെടുക്കുന്ന ഒരു ശകലം പോലും സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ, അതിന്റെ ആമുഖമായി നമുക്ക് ആസ്വദിക്കാൻ ഈ ദിവസങ്ങളും സമയങ്ങളും നമുക്ക് വളരെ ചുരുങ്ങിയതാണ്. കാരണം ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് അസ്സയൂത്തി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖസായിസുൽ കുബ്രയും ബഹുമാനപ്പെട്ട ഇമാമുൽ ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൻ നുബുവയും ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുപോലെ രചിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥ പരമ്പരകളുടെ ഏതെങ്കിലും ഒരു അരിവിനെ എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കിതെവിടെയും എത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വളരെ ഹ്രസ്വമായി ലളിതമായി മാത്രം ഇന്നൊരാമുഖം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യ ആവിഷ്കാര തലത്തിലേക്ക് കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങളെ കുറിച്ചും തനിച്ചു രചന നടത്തിയ മഹാന്മാരുടെ ഗ്രന്ഥലോകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി ജാമ്യമെടുക്കുവാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ വേദി സജ്ജീകരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്നേഹലോകത്തേക്ക് കടക്കാൻ തൃപ്തിപ്പെടുന്നവർക്കും മാത്രമാണ്. അല്ലാതെ നിയമത്തിന്റെയും മറ്റേതെങ്കിലും വരട്ട് തത്വശാസ്ത്രങ്ങളുടെയും നിയമത്തിന്റെ സ്കെയിലുകൾ വെച്ചുകൊണ്ട് അളവ് മാറ്റിവെക്കാൻ ഉള്ളവർക്ക് ഒരുപക്ഷേ ഇവിടെ സുഖിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിഞ്ഞ് ആസ്വദിച്ച് അവിടുത്തെ സൗന്ദര്യ പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് കാലങ്ങൾക്കപ്പുറം 1.5 സഹസ്രാബ്ദത്തിനപ്പുറം ജീവിച്ചുപോയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 21ാം നൂറ്റാണ്ടിലെ ഒരു വിദ്യാർത്ഥിക്ക് അല്പമൊക്കെ അന്വേഷിച്ച് അവിടുത്തെ പുരികം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ ചരിത്രം എത്ര ഇടമാണ് ചെലവാക്കിയത്. അതാണ് എന്റെ അന്വേഷണത്തിന്റെ മേഖലകൾ കടന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട പിതാവ് 3 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് ഒരുപക്ഷെ ചോദിച്ചാൽ എനിക്ക് ഇത്രത്തോളം വ്യക്തമായി പറയാൻ അറിയില്ല. കാരണം അവിടുന്ന് മറക്കുമ്പോൾ പലതും നമ്മുടെ കണ്ണിൽ നിന്ന് കൽബിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി 1.5 സഹസ്രാബ്ദത്തിനപ്പുറം ജീവിച്ച് നമ്മുടെ കൽബുകളെയും ലോകത്തിന്റെ മുഴുവൻ ഹൃദയത്തെയും കീഴടക്കിയ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീൻ വൽ അൻസാർ സയ്യിദി വമലാലി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്രയും മഹത്വമുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅജ്മല മിൻക ലം തറഖത്തു ഐനി വഅഹ്ലാ മിൻക ലം തലിദിൻ നിസാഉ. അല്ലയോ പ്രിയപ്പെട്ട നബിയേ, വഅജ്മല മിൻക ലം തറഖത്തു ഐനി, അവിടത്തേക്കാളും സൗന്ദര്യമുള്ള ഒരാളെയും എന്റെ കണ്ണുകൊണ്ട് ദർശിച്ചിട്ടില്ല. വഅഹ്ലാ മിൻക ലം തലിദിൻ നിസാഉ, അവിടത്തേക്കാളും എല്ലാ ഗുണഗണങ്ങളും മധുരതരമായി സംവിധാനിക്കപ്പെട്ട ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഇതുപോലെയുള്ള സൗന്ദര്യത്തിന്റെ എല്ലാം തികഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? അവിടുത്തെ മുഖമാണോ ആദ്യം തുടങ്ങേണ്ടത്? അവിടുത്തെ മുടിയാണോ തുടങ്ങേണ്ടത്? ഒരു ദിവസം മുഴുവനും നമുക്ക് പറയാനുള്ളത് വിശുദ്ധ കേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെക്കുറിച്ച് മാത്രമാണ്. അവിടെ നിന്ന് തുടങ്ങണോ അല്ല അവിടുത്തെ മുഖത്ത് നിന്ന് തുടങ്ങണോ? അവസാനം പരിശുദ്ധമായ ഖുർആനിന്റെ ആദരണീയമായ വചനങ്ങളോട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഉടനെ ഖുർആൻ എവിടെന്ന് പറയുന്നു, ലഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ പരിശുദ്ധമായ ഖുർആനിന്റെ പദമാണ് ഉപയോഗിച്ചത്. മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്താൻ മൊത്തമായി പരിശുദ്ധമായ ഖുർആൻ ശ്രമിക്കുമ്പോ അവിടുത്തെ ചളിയിൽ നിന്ന് പടച്ചു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. മനുഷ്യകുലത്തിനെ കുറിച്ച് മുഴുവനും എങ്ങനെയാണ് സൃഷ്ടിപ്പെന്ന് ഖുർആൻ ഉപയോഗിക്കുന്ന ശൈലി, അവിടുന്ന് മണ്ണും ചളിയും കൂടി കൂടിയതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ജിന്നുകളെ കുറിച്ച് പറയാൻ അവിടുന്ന് അല്ലാഹു തആല പറയുന്നു, മിമ്മാരിജിൻ മിന്നാർ. അല്ലാഹു തആല അഗ്നിയുടെ ജ്വാലകളിൽ
നിന്നാണ് ജിന്നുവർഗത്തെ അല്ലാഹു തആല പടച്ചത്. ഇതെല്ലാം പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചെന്ന് പറയുന്നു മിൻ നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മലക്കുകളെ കേവലമായ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ അതിലുപരിയായ ഒരു പ്രകാശത്തെ നമ്മോട് പറയുന്നു. വിശുദ്ധമായ ഖുർആൻ ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റൊരു സ്ഥലത്തുകൂടി വിശദീകരിക്കുന്നു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ റസൂലിനെയും പരിചയപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് പഠിപ്പിക്കുന്നു. ഈ ആയത്തിന് സ്വതന്ത്രമായി ആയത്തുൻ നൂർ എന്നുകൂടി മഹാന്മാര് പറയുന്നുണ്ട്. ആ പരിശുദ്ധമായ ആയത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും? അപ്പൊ മഹാന്മാര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ എന്തിനാണ് ഈ വെളിച്ചം നൂർ എന്ന പദം ഉപയോഗിച്ചത്? മണ്ണിനകത്ത് ചെളിയും മറ്റൊക്കെ ഉണ്ടാവും. മണ്ണിൽ അവിടുന്ന് നല്ലതും ദുർഗന്ധമുള്ളതും ഒരുപക്ഷെ നല്ല ഗന്ധമുള്ളതും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ തീയോ അതിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അപകടകരമായി സ്വാധീനിക്കുന്നു. അതേ സമയത്ത് വെളിച്ചമെന്ന് പറഞ്ഞാൽ അതിൽ മലിനതയില്ല. അതുകൊണ്ട് നിർമ്മലമായ വസ്തുവിൽ നിന്നുള്ള പടപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടിയാണ് മസലു നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ആയത്തിനെ മാത്രം വിശദീകരിക്കാൻ ഒരു ദിവസം പോരാ. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് സമയം കണ്ടെത്തുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു. വൽ ഫജ്ർ, അല്ലയോ ഉദയമായ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമാണ്. ഇനിയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ. നജ്ം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, അല്ലയോ വന്നജ്ം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ സത്യം. ഇനി അങ്ങോട്ട് മുഴുവനും നോക്കിയാൽ പ്രകാശമെന്നും പ്രഭാവമെന്നും സൗകുമാര്യതയെന്നും അഭിനന്ദനമെന്നുമെല്ലാം പറയുന്ന എല്ലാ വാചകങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്നിവിടെ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിക്കാൻ എനിക്കറിയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ പാർശ്വഫലത്തുകൂടി തുടങ്ങി എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ വർണ്ണിക്കുവാൻ നിന്ന 27 സ്വഹാബികളുടെ വചനങ്ങളെയും ഒരു സ്വഹാബി വനിതയുടെ വചനവും മേശപ്പുറത്തപ്പുറത്തും ഇപ്പുറത്തും വെച്ചാൽ എവിടെ നിന്ന് പറഞ്ഞ് എവിടേക്ക് എത്തിക്കാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയാനും കേൾക്കാനുമുള്ള അവസരങ്ങളും ആഗ്രഹങ്ങളും നാളെ ജന്നത്തുൻ നഈമിൽ അവിടുത്തെ സന്നിധാനത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണമാക്കി തരുമാറാകട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേദനാജനകമെന്ന് പറയാം. റബീഉൽ അവ്വൽ മാസത്തിൽ ഇറങ്ങിയ നമ്മളൊരു വിഭാഗത്തിന്റെ ആളുകളോ അല്ല എന്ന് പറഞ്ഞിട്ട് സമുദായ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പത്രത്തിൽ വന്നു, മങ്കൂസ് മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമില്ല, അതും ഇതും കുറെ കഥകളേ ഉള്ളൂ. ഒരു പക്ഷേ വായിച്ചവരുണ്ടാകും.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ തുടക്കത്തെയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടങ്ങുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തമായ രചനയല്ല മങ്കൂസ് മൗലിദ്. മുൻകാലക്കാരനായ ബഹുമാനപ്പെട്ട ഇമാം ദൈബഗിയുടെ രചനയുടെ സംക്ഷിപ്തമായി എഴുതിയ മങ്കൂസ് അഥവാ സംക്ഷിപ്തം. അതിന് മുമ്പ് സംക്ഷിപ്തമല്ലാത്തൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. അതാണ് മൗലിദു ദൈബഗി എന്ന് പറയുന്ന മൗലിദ്. ആ മൗലിദിൽ നിന്ന് സംക്ഷിപ്തമായി എടുത്തതാണ് മങ്കൂസ് മൗലിദ്. പിന്നീട് അതിനേക്കാൾ സംക്ഷിപ്തമായി തൃശൂർ ജില്ലയിലെ ഒരു പണ്ഡിതൻ രചിച്ചിട്ടുണ്ട് മൗലിദുൽ അൻഖസ് എന്നാണ് അതിന്റെ പേര്. ഇതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചുപോയി. ഏതായാലും അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയും പ്രഭാവത്തെയുമാണ് ലോക സൃഷ്ടിപ്പിന്റെ ആമുഖമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതെന്ന് പറയുമ്പോൾ രണ്ട് പരാമർശങ്ങൾ മാത്രം നടത്തി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നീട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബാക്കി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലുൻ നുബുവയിലും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാകിർ അവിടുത്തെ തഹ്ദീബിലും ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് സാലിഹ് ഷാമി അവിടുത്തെ സുബുൽ ഹുദയിലും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിശാം റഹിമഹുല്ലാഹ് സീറത്തുൻ നബവിയിലും ഒക്കെ വിശദീകരിക്കുന്ന ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ഔൻ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം. തുഫൈലുൽ ദൗസി എന്ന് പറയുന്ന മഹാനവർകൾ, തുഫൈലുൽ ദൗസി എന്നവർ മക്കയിലെ സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രമാണിയാണ്. അയാൾ മക്കയിലേക്ക് വന്നു. ഫഖദിമ മക്ക, അയാൾ മക്കയിലേക്ക് വന്നു. ഖുറൈശിലെ കുലത്തിലെ ഒരുപാട് ആളുകൾ അവിടുന്ന് കണ്ടുമുട്ടി. എന്നിട്ട് അവർ പറഞ്ഞു ഇന്നക ഖദിംത ബിലാദനാ വഹാദ الرجل يعنون محمدا صلى الله عليه وسلم قد أعضل بنا وفرق جماعتنا وشتت أمرنا وإنما قوله كالسحر. ഈ പ്രമാണിയായ മനുഷ്യൻ മക്കയിലേക്ക് വന്നപ്പോ ഇദ്ദേഹത്തോട് പറഞ്ഞു, തുഫൈലുൽ ദൗസിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. തുഫൈലുൽ ദൗസിയോട് വിശദീകരിച്ച് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നല്ലോ, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് നിങ്ങളോടൊരു ഉപദേശമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പുരുഷനുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്, ഒരു മതവുമായിട്ട്. ഇവിടെയുള്ള പൗരാണിക മതത്തെ നിഷേധിച്ചു, ഞങ്ങളുടെ ബഹുദൈവ വിശ്വാസങ്ങളെ മുഴുവനും തകർത്തു. എന്നിട്ട് കടന്നു വന്ന ഒരാളുണ്ട്, അയാളുടെ വാചകങ്ങൾ മാരണം പോലെ സ്വാധീനിക്കുന്ന വാചകങ്ങളാണ് എന്ന് തുടങ്ങിയിട്ട് വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഫലാ തസ്മഉ മിൻഹു, അദ്ദേഹത്തിന്റെ വാചകങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട, തൽക്കാലം മെല്ലെ അങ്ങ് പോയിക്കോളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, فوالله ما زالوا بي حتى اجمعت اني لا يسمع منه شيئا ولا اكلمه. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയില്ലെന്നും സംസാരിക്കുകയില്ലെന്നും ഖുറൈശികളോട് ഉടമ്പടി ചെയ്തുകൊണ്ട് ഞാൻ അവരോട് പിരിയേണ്ടി വന്നു. അങ്ങനെ ഞാൻ രാവിലെ പള്ളിയിലേക്കൊന്ന് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ മുസ്ലിങ്ങളെ പള്ളിയിലൊന്ന് പോകണമല്ലോ എന്ന്, അവരൊക്കെ വന്നുകൂടുന്ന പള്ളിയിലേക്ക് പോകണം. അന്ന് മക്ക മുശ്രിക്കുകൾ കൂടി അഭിനന്ദിക്കുന്ന കഅബാലയമാണല്ലോ അവിടെ ഉള്ളത്, അങ്ങോട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഈ മുഹമ്മദ് നബിയുടെ വാക്ക് കേൾക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പള്ളിയിൽ പോകും? അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, തുഫൈലുൽ ദൗസി പറയുന്നു, ഞാൻ എന്ന പള്ളിയിലേക്ക് പോകുമ്പോഴോ എന്റെ രണ്ട് ചെവിയിൽ ഞാൻ അവിടുന്ന് പഞ്ഞി തിരികെ വെച്ചു. കാരണം മുഹമ്മദ് നബി എന്ന് പറയുന്ന പുതിയ പ്രവാചകൻ നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേൾക്കാതിരിക്കാൻ. എന്നിട്ട് അയാളെ കുറിച്ച് പറയപ്പെട്ടു, രണ്ട് പഞ്ഞിയുള്ള ആളെന്ന് പേര് വരുന്ന വിധത്തിൽ രണ്ട് ചെവിയിലും പഞ്ഞി തിരികെ വെച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് നടന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ചാരത്തെ രണ്ട് ചെവിയിലും പഞ്ഞി വെച്ചിട്ട് പോയി നിന്നാലും എന്തോ ഒരു ശബ്ദത്തിന്റെ ശകലം ഞാൻ കേൾക്കുന്നുണ്ട്. അതിന്റെ മാസ്മരികമായ ശക്തി എന്റെ ചെവിയിലേക്ക് കടന്നപ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മാടെ തല
എന്ന് പറഞ്ഞാൽ അറബികളുടെ പ്രയോഗ, വല്ലാത്ത നാശം. സക്കിലത്ത് ഉമ്മക്ക എന്ന് പറയും പോലെ എന്റെ ഉമ്മാന്റെ നാശം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പണിയാണ് ചെയ്യുന്നത്. ഈ മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് എനിക്ക് വേണ്ടതെടുത്തിട്ട് വേണ്ടാത്തത് തള്ളാമല്ലോ, ഞാൻ എന്തിനാണ് ഈ പഞ്ഞി വെച്ച് മൂടി നിൽക്കുന്നത് എന്നെന്റെ മനസ്സിനോട് ഞാൻ പറയും. ഞാൻ എന്റെ പഞ്ഞി എടുത്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഞാനും അവിടെ പിന്നാലെ പോയി. ഫദഖൽതു മഅഹു ഫഖുൽതു ഇന്ന ഖൗമക ഖാലൂ ലീ കദാ വകദാ ഫഅരിദ് അലയ്യ അംറക. അല്ലയോ മുഹമ്മദ് നബിയെ, ഞാൻ ഇവിടെ മക്കയിലേക്ക് വന്നപ്പോ ഇവിടുത്തെ ഖുറൈശി കുലപതികൾ നിങ്ങളുടെ വർത്തമാനം കേൾക്കാൻ പാടില്ല എന്നോട് പറഞ്ഞു. അതുപോലെ ഒരുപാട് വാചകങ്ങൾ എന്നോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്താണെന്നും ആചാരം എന്താണെന്നും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ തുടങ്ങി പരിശുദ്ധമായ ഖുർആനിന്റെ വാചകങ്ങൾ. വതല മിനൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി. ഫഖുൽതു ലാ വല്ലാഹി മാ സമിഅതു ഖൗലൻ ഖത്തു അഹ്സന മിൻ, അതിനേക്കാൾ മനോഹരമായ ഒരു വാചകവും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അത്രയും പ്രൗഢ ഗംഭീരമായ ഖുർആനിന്റെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. വലാ അംറൻ അദല മിൻഹു, അതിനേക്കാളും അണിയൊപ്പിച്ച നിരയൊപ്പിച്ച വാചകമൊപ്പിച്ച സംസാരം ലോകത്തൊരിക്കലും കണ്ടില്ല. ഫഖുൽതു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലയോ നബിയെ, ഇവിടുത്തെ വരിഷ്ഠമായ വാചകത്തിന്റെയും വിശിഷ്ടമായ പ്രഖ്യാപനത്തിന്റെയും അതിഗംഭീരമായ ഖുർആനിക വചസ്സുകളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കവിടുന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ പ്രവാചകത്വം ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ ദൈവികത്വം ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ സമുദായത്തിന്റെ ഇടയിൽ നല്ല സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രമാണം എനിക്ക് തരണം നബിയേ. വഇന്നീ റാജിഉൻ ഇലൈഹിം വദാഇഹിം ഇലൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ എന്റെ സമുദായത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, ദൗസ് ഗോത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ ഞാൻ ആ കുടുംബത്തിലെയും ഗോത്രത്തിലെയും പ്രമാണിയാണ്. അവരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ നോക്കുമ്പോ അവരെന്നോടൊരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടാൽ അത് കാണിച്ചു കൊടുക്കാൻ ഒരു ദൃഷ്ടാന്തം എനിക്ക് തരണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടുകൊണ്ട് പ്രതികരിക്കുന്നു, അല്ലാഹുമ്മ ജഅൽ ലഹു ആയാ, അല്ലാഹുവേ, ഇയാൾക്കൊരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ അവിടുന്ന് കൊടുക്കണമേ അല്ലാഹ്. അങ്ങനെ ഞാൻ വഴിയിലൂടെ തിരിഞ്ഞു. അല്പം കഴിഞ്ഞതേ ഉള്ളൂ എന്റെ നെറ്റിയിൽ ഒരു പ്രകാശം, ഒരു നല്ല വെളിച്ചം. ഈ വെളിച്ചം എവിടെ നിന്നാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയുന്നു. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശറഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഹിജ്റ 826 രചിച്ച ഗ്രന്ഥത്തിൽ കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞതിന്റെ മിസ്കാത്തും ഫീഹാ മിസ്ബാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ഹിദായത്തിന്റെ വിളക്കുമാടത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു പ്രകാശം ബഹുമാനപ്പെട്ട ദൗസ് ഗോത്രത്തിന്റെ നേതാവിന്റെ മുഖത്തങ്ങ് തെളിയുന്നു. അപ്പൊ അയാൾ ദ്വാരുന്നു, പടച്ചവനെ, ഞാൻ ഇങ്ങനെ നെറ്റിയിൽ ഒരു വെളിച്ചവുമായി ചെന്നാൽ ഒരുപക്ഷെ അവര് പറയും, നീ ഈ ക്രിസ്ത്യാനിസവും അതുപോലെ തന്നെ ഈ മതമൊക്കെ ഉപേക്ഷിച്ചത് കൊണ്ട് ശകുനപ്പഴ കൊണ്ട് നിന്റെ നെറ്റിയിൽ വന്നതാണ് എന്നൊരു പക്ഷേ അത് പാണ്ടായി അതിനെ ചിത്രീകരിച്ചു പോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, വകാനൂറും ബൈന ഐനയ്യ മിസ്ലൽ മിസ്ബാഹ് ഫഖുൽതു അല്ലാഹുമ്മ ഫീ ഗൈരി വജ്ഹി ഫഇന്നി അഖ്ശാ അൻ യظنوا അന്നഹാ മുസ്ലത്തുൻ വഖഅത് ഫീ വജ്ഹി ബിഫിറാഖി ദീനിഹിം. അവരുടെ മതത്തെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ വന്ന കലയാണെന്ന് ഒരുപക്ഷെ അവര് പറഞ്ഞേക്കാം. ഫതഹവ്വല അന്നൂറു ഫവഖഅ ഫീ റഅസി സൗതി.
അങ്ങനെ ഞാൻ ദുആയിരുന്നപ്പോഴോ എന്റെ ചാട്ടവാറിന്റെ തലപ്പത്തേക്ക് അതിന്റെ വെളിച്ചം വന്നു. കൽഖിന്ദീൽ, നല്ല ഒന്നാം തരം ഒരു വിളക്ക് പോലെയായി എന്റെ ചാട്ടവാർ ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും പ്രവഹിപ്പിച്ച പ്രകാശത്തിന്റെ അനുരണനങ്ങളുടെ പ്രതിധ്വാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ദൗസ് ഗോത്രത്തിന്റെ നേതാവായ സുഹൈബിയുടെ വടിത്തലപ്പിൽ തെളിയുന്നു. ഗോത്രത്തിലേക്ക് ചെന്ന പിതാവിന്റെ മുമ്പിലേക്ക് പറഞ്ഞു, അന മിൻ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന മിൻ ഹദറത്തി സയ്യിദുൽ അബ്റാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിയുടെ അടുക്കൽ നിന്ന് വരികയാണ്, അതുകൊണ്ട് എന്റെ മതം നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്താണുള്ള തെളിവ്? നിനക്കതിനുള്ള തെളിവെന്താണ്? നീ കൊണ്ടുവന്നത് സത്യത്തിന്റെ മതമാണെന്നുള്ള തെളിവെന്താണ്? ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഖൽബി നൂറാ ഫറഅയ്തു നൂറാ വതലബ്തു ലിന്നൂർ ഫഹസൽതു നൂർ. വെളിച്ചത്തിന്റെ കേന്ദ്രമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തിന്റെ ധമനിയിലേക്ക് പ്രകാശം പ്രവഹിച്ചു. അതിൽ നിന്നുകൊണ്ട് എന്റെ അവയവങ്ങളിലേക്ക് അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി. അവസാനം എന്റെ ചാട്ടവാറിന്റെ തലപ്പത്ത് പോലും ആ വെളിച്ചത്തിന്റെ കേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ സ്വീകരിച്ചതിന്റെ പേരിലാണ് അവിടുത്തെ മതത്തിലേക്ക് മടങ്ങുന്നതെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും പറയുന്നു, യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അലീം. അവരുടെ മുമ്പിലൂടെ ആ പ്രകാശവും പ്രഭാവവും വെളിച്ചവും അതിന്റെ അനുരണനങ്ങൾ ഇങ്ങനെ അതിലയിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനിയും മുഫസ്സിറുകൾ പറയുന്നു, അവർക്ക് ഖദമു സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അവർക്ക് സിദ്ഖിന്റെ കദമുകൾ അഥവാ വാസ്തവത്തിന്റെ കാലുകൾ അവർക്കുണ്ട്. മൻ ഹുവ ഖദമു സിദ്ഖ് വഹുവ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ഖുർആൻ വ്യാഖ്യാനവും കർമ്മശാസ്ത്ര ഗ്രന്ഥവും അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥവും ഒക്കെ എഴുതുന്ന വഹബത്തു സുഹൈലിയുടെ അശ്ശമായിലും ഉസ്താദ് ദക്തൂർ വഹബത്തു സുഹൈലി എഴുതുന്നു, അവിടുന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും എല്ലാ മുക്കിലേക്കും കാലങ്ങളുടെ പടപ്പിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി യസിഫ്ലി അൻ അവ്വലി ശൈഇൻ ഖലഖല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ച വസ്തു എന്താണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ന് പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, അല്ലയോ ജാബിറേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെയാണ്, വെളിച്ചത്തെയാണ്, പ്രകാശത്തെയാണ്. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഈ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും, ഈ വെളിച്ചത്തെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും, അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് കടക്കാനും വർണ്ണിക്കാനും അതിന്റെ അംഗലാവണ്യത്തെക്കുറിച്ച് പറയാനും അവയവ സൗഷ്ഠവത്തെ വിശദീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വിശദീകരിച്ചു, മുഹമ്മദ് മസ്ഹറെ കാമിൽ ഹഖ് കി ഷാൻ ഇസ്സത്ത് കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണതയുടെ തെളിവാണ്, അവിടുന്ന് പ്രകാശനമാണ്. നസർ ആതാ ഹേ ഇസ് കസറത് മേ കുച്ച് അന്ദാസ് വജൂദ് കാ, അവിടുന്ന് ഉണ്മയുടെയും തുടക്കത്തിന്റെയും ഒരുപാട് ദർശനങ്ങളെയാണ് ഞാൻ ഇതിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയുള്ള പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ ബറൈലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ തുടക്കം ലോകത്തിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരായ എല്ലാവരും അത് അനുഭവിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വെളിച്ചം വന്നിരിക്കുന്നു, അന്നൂറു ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വചനം എടുത്തുദ്ധരിക്കുന്നത് കാണാം.
വലം യസൽ നൂറുൻ നബിയിൽ അക്മലു മിൻ സയ്യിദിൽ സയ്യിദിൻ യന്തഖിലു كأنه فوق الجبين مشعل يراه من يغفل أو لا يغفل. ശ്രദ്ധിക്കുന്നവരുമല്ലാത്തവർക്കുമെല്ലാം കാണുന്ന വിധം വെളിച്ചത്തിന്റെയും പ്രകാശത്തിന്റെയും രേണുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും മുഖത്തിലുമെല്ലാം ഒരുപോലെ പ്രസാദിച്ചിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനെ കുറിച്ച് രചന നടത്തിയ അലി വഫ അവിടുന്ന് പാടുന്നു, ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ ഔ ലൗ റഅ النمرود نور جمالي عبد الجليل مع الخليل وما عند. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചത്തെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് കാണാൻ ഇബ്ലീസിന് നിയോഗമുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ ആദം നബിക്കെതിരെ എവിടുന്ന് ശബ്ദിക്കുമായിരുന്നില്ല. നമ്രൂദ് എന്ന് പറയുന്നയാൾ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ വലിച്ചെറിയാൻ ഒരുമ്പിടുന്ന സമയത്ത് ഇബ്രാഹിമുൽ ഖലീൽ തങ്ങളുടെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ കണ്ടിരുന്നെങ്കിൽ അവിടുന്ന് അയാളും അതിന് മുതിരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നുകൊണ്ട് ആരാധന എടുക്കുമായിരുന്നു. അവിടുന്ന് വിരോധം കാണിക്കില്ലായിരുന്നു. ഇതുതന്നെയാണ് ഇമാം ഹാഫിദ് സുയൂത്തി അവിടുന്ന് വിശദീകരിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാമുൽ ഖസ്സലാനി മവാഹിബുൽ ലദുന്നിയിൽ വിശദീകരിക്കുന്നു, ലമ്മാ ഖലഖല്ലാഹു തആല ആദമ അൽഹമഹു അൻ ഖാല യാ റബ്ബ് ലിമാ കുൻ കന്നൈതനി അബാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ അബുൽ ബശറായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തു, അല്ലയോ അല്ലാഹുവേ, നീ എന്തിനാണ് എന്നെ അബൂ മുഹമ്മദ് എന്ന് പേരിട്ടത് എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു. ഖാല അല്ലാഹു തആല യാ ആദം ഇർഫഅ റഅസക ഫറഫഅ റഅസഹു ഫറഅ നൂറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സാഖിൽ അർശ്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അല്ലയോ ആദം നബിയെ, നിങ്ങളൊന്ന് ഉയർന്നു നോക്കിക്കോളൂ. അപ്പോഴാ അർശിന്റെ തലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അവിടുന്ന് കാണാൻ കഴിയുന്നു. ലമ്മാ റഅയ്തു നൂറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ചോദിച്ചു, അല്ലാഹ് യാ റബ്ബ് മാ ഹാദൻ നൂർ, ഈ വെളിച്ചം എന്താണ് നബിയേ? ഖാല ഹാദാ നൂറു നബിയ്യിൻ മിൻ ദുർരിയതിക ഇസ്മുഹു ഫിസ്സമാഇ അഹ്മദ് വഫിൽ അർളി മുഹമ്മദ് ലൗലാഹു മാ ഖലഖതുക വലാ ഖലഖതു സമാഅൻ വലാ അർളാ. അല്ലയോ ആദമേ, നിങ്ങളാ കാണുന്ന വെളിച്ചമുണ്ടല്ലോ, അത് നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പ്രവാചകനായി ആകാശത്ത് അഹമ്മദെന്നും ഭൂമിയിൽ മുഹമ്മദെന്നും വാഴ്ത്തപ്പെടുന്ന നബിയുടെ വെളിച്ചമാണ് ആദമേ. ലൗലാഹു മാ ഖലഖതുക, ആ പ്രവാചകന്റെ സൃഷ്ടിപ്പ് നിമിത്തമാക്കിയിട്ടല്ലാതെ നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. ആ ഫസ്റ്റ് റീസൺ ഇല്ലാതെ ലോകത്തുള്ള ആകാശമണ്ഡലങ്ങളെയോ ഭൗമതലങ്ങളെയോ അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ല ആദമേ. അവ്വലു സബബിൽ മഖ്ലൂഖാത്ത് നൂറു നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ ഇന്ന് ഇതിങ്ങനെ സുബുൽ ഹുദാ വർ റഷാദിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ നല്ലൊരു ഭാഗവും ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് സാലിഹ് ശാമി അവിടുത്തെ നൂർ വിശദീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് എവിടെ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ നിസ്സഹായത തുറന്നു പറയുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ഇമാമുകൾ എഴുതി വെച്ച വചനങ്ങൾ വായിക്കാനുള്ള ആരോഗ്യമില്ല, വായിച്ചറിഞ്ഞിട്ട് പറയാനുള്ള വിവരമില്ല. അതിന്റെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പറയാം. നൂറുൻ അലാ നൂർ, ഒരു ഇമാമിന്റെ കിതാബിന്റെ പേരും അതാണ്, നൂറുൻ അലാ നൂർ.
ഇനി ഇവിടെ എന്ത് പറയും, ഇനി നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് തുടങ്ങാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ തുടങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഇമാം അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുലൈമാൻ അൽ-ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ 200 ചില്ലാനും പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദലായിലുൽ ഖൈറാത്തിന്റെ തുടക്കത്തിൽ 210 പേരുകളുണ്ട്. മാത്രമല്ല 1000-ഓളം പേജുള്ള ഒരു ഗ്രന്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഇന്നത്തേക്ക് വേണ്ടി കൂടി വായിക്കാൻ അവസരം ലഭിച്ചൊരു ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളെ, അഭിധേയങ്ങളെ, അവിടുത്തെ പേരുകളെ വിശദീകരിക്കാൻ ഇമാമുകൾ പരമ്പര കണക്കിന് ഗ്രന്ഥമെഴുതിപ്പോയി. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേര് ഞാൻ പരാമർശിച്ചു പോകാം. നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ അങ്ങനത്തെ പേരൊന്നും ഇല്ല എന്നാരും പറയണ്ട. ചില 1-2 റിവായത്തെടുത്ത് മുഹമ്മദ് ഹാമിദ് എന്നീ കുറച്ച് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. പരിശുദ്ധമായ മദീന പള്ളിയിൽ സലാം പറയാൻ കടക്കുന്ന കവാടത്തിലൂടെ കടന്ന് അവിടുന്ന് മദീനയിൽ സലാം പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന കവാടത്തിൽ എത്തുന്നതിന് മുമ്പ് വലത് സൈഡിലെ ഭിത്തിയിൽ ഈ 200 ചില്ലാനും പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയുടെ ഖിബലയുടെ ഭാഗത്ത് മസ്ജിദുൻ നബവിയിൽ ഈ പേരുകൾ മുഴുവനും ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ പേരുകളുടെ മുഴുവനും ഉടമയായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇന്ന് പറയണമെന്ന് വെച്ച മറ്റൊരു പരാമർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ്, അവിടുത്തെ ഹൃദയം. അലം നശ്റഹ് ലക സദ്റൻ, അല്ലയോ നബിയെ. കാരണം ഇന്ന് തൊട്ടുപോയില്ലെങ്കിൽ നമുക്ക് പിന്നീട് സമയം കിട്ടുകയില്ല. അപ്പൊ അല്ലയോ പ്രിയ പ്രവാചക പ്രഭു, അവിടുത്തെ ഹൃദയത്തെ പോലെ വിശാലമായ ഒരു ഹൃദയം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക, അല്ലയോ നബിയേ, അവിടുത്തെ ഹൃദയത്തെ നമ്മൾ വിശാലമാക്കിയില്ലയോ നബിയേ. മനോഹരമായി യാതൊരു സ്ഖലിതങ്ങളും കടക്കാത്ത വിധം അവിടുത്തെ ഹൃദയത്തെ നമ്മൾ ശുദ്ധമാക്കി തന്നില്ലയോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ചോദിക്കുന്നു. ആ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇമാം തബറാനി ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഇമാം ദാരിമി ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു. ഇതെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഹാഫിദ് സുയൂത്തി അവിടുത്തെ ഖസായിസിൽ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹു നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് ഹാദിനതി മിൻ ബനി സഅദ് ഇബ്നു ബക്കർ ഫന്തലഖ്തു അന വബിനു ലഹാബിൻ ഫീ ബുഹുമിൻ ലനാ വലം നഅഖുദ് മഅനാ സാദാ. വായിച്ച് വിശദീകരിക്കാൻ സമയമില്ല. ഹലീമ എന്ന ബുദ്ധിമതിയാണല്ലോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്ത പെണ്ണിന്റെ പേര് തന്നെ ഹലീമ, ബുദ്ധിമതി എന്നാണ്. ഉമ്മാടെ പേരോ വിശ്വസ്ത അഥവാ ആമിന എന്നാണ്. ജനിച്ച മാസമോ പ്രഥമ വസന്തം അഥവാ റബീഉൽ അവ്വലാണ്. ജനിച്ച ദിവസമോ യൗമുൽ ഇസ്നൈൻ അഥവാ ഇരുലോക വിജയത്തിന്റെയും കാരണമായ ഇസ്നൈൻ എന്നർത്ഥമുള്ള ദിവസത്തിലാണ്. ജനിച്ചതോ മക്ക എന്ന് പറയുന്ന ദേശം, അത് ലോകത്തിന്റെ ഹൃദയമാണ്. എന്നാൽ പോയതോ മദീന, ലോകത്തിന്റെ താരല്യമാകുന്ന മദീനയിലേക്കാണ്. പട്ടണം എന്നത് അപ്പോഴേ പേര് വീണുപോയി. അങ്ങനെയെല്ലാം ഒത്തിണങ്ങി ജനിച്ചു വീണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ തുത്യർഹൻ അഥവാ മുഹമ്മദ് എന്നാണ്. പിതാവിന്റെ പേരോ അവിടുന്ന് അബ്ദുള്ള, അള്ളാഹുവിന്റെ ദാസൻ എന്നാണ്. തുടങ്ങി എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ വാക്കുമലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടുത്തെ ഏറ്റവും വലിയ കുടുംബത്തിലെ ഹലീമ എന്ന പെണ്ണിന്റെ അമ്മിഞ്ഞയും വീട്ട് ഞാൻ അവിടെ നിന്നൊക്കെ വളരുന്ന കാലമായിരുന്നു. പിന്നീട് ഞാനും അവിടുത്തെ മകനായ അബ്ദുള്ള എന്ന് പറയുന്ന മകനും കൂടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പാൽ തന്നെ കുടിച്ച കുഞ്ഞാണ് അബ്ദുല്ലാഹി, ഷൈമാഇന്റെ സഹോദരൻ. ലംറത്തി എന്ന പേര് ഇമാം അഹ്മദിന്റെ നിവേദനത്തിൽ കാണാം റളിയല്ലാഹു അൻഹു. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരനുമായി ഞാൻ മേച്ചിൽപ്പുറത്തിലേക്ക് പോയി. ഞങ്ങൾ പക്ഷേ എന്തില്ല, ഒന്നും കരുതിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫാഖബല ഇലയ്യ തൈറാനി അബിയലാനി കഅന്നഹുമാ നസ്റാൻ, കഴുകനെ പോലെയുള്ള 2 പക്ഷികൾ എന്റെ സവിധത്തിലേക്ക് വന്നു.
അപ്പോഴോ അപ്പൊ അതിൽ നിന്ന് ഒരു പക്ഷി മറ്റേയാളോട് പറയുന്നു, അല്ല ഇതാ ഇയാളെ തന്നെയല്ലേ നമ്മൾ തേടി വന്നത്, ഇയാളെ അല്ലയോ? ഉടനെ പറഞ്ഞു, അങ്ങനെ എന്നെ അവരടുത്തേക്ക് വന്നു, എന്റെ ഹൃദയം അവര് പിളർന്നു, എന്നിട്ട് എന്റെ ഖൽബ് അവര് പുറത്തേക്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരുപക്ഷേ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, അതിലേക്കാണ് അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന ആയത്തിന്റെ ലക്ഷ്യമെന്ന് ഇമാമുകൾ പറയുന്നു. അങ്ങനെ ഖൽബെടുത്തുകൊണ്ട് സംസം വെള്ളം കൊണ്ട് കഴുകി അതിൽ സുഗന്ധവും ചേർത്തു, എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് എന്നെ അവിടുന്ന് ഖൽബ് നന്നാക്കിയപ്പോഴേക്ക് എന്റെ സഹോദരൻ അബ്ദുള്ള വീട്ടിൽ പോയി ഹലീമ എന്ന ഉമ്മയോട് പറഞ്ഞു, നമ്മുടെ ഖുറൈശി സഹോദരന് 2 പക്ഷികൾ വന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷികളുടെ രൂപത്തിൽ വന്നോ മനുഷ്യന്റെ രൂപത്തിലായി എന്നും ഇമാം തബറാനിയുടെ നിവേദനത്തിൽ കാണാം. അങ്ങനെ 2 പേര് വന്ന് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേ കോടി വരുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നു. ഒരു ഭാവഭേദവും ഇല്ല, ഒരു പേടിയും ഇല്ല, ഒരു ഭയവും ഇല്ല. ചോദിക്കുന്ന എന്താ മോനെ? ചെറിയ ബാലനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയുമൊക്കെ ചെയ്തിട്ട് ഭയപ്പെടാതെ അവിടെ നിൽക്കുകയാണ്. എന്ത് പറ്റി? ഒന്നുമില്ല. സിമ്പിളായി അവിടെ നിന്ന് വിശദീകരിച്ച് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, 2 പേര് വന്നു, എന്നെ പിടിച്ചു, മലർത്തി കിടത്തി, ഒരു സർജറി നടത്തി, എന്റെ ഹൃദയം ഒരു രക്തക്കട്ട ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു, അത് വൃത്തിയാക്കി വെച്ചു, എന്നിട്ട് അവർ പോയി. ഇത്രേ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ നിന്നുകൊണ്ടാണ് വില്യം മൂറിനെയും ഫിലിപ്പ് കെ ഹിറ്റിയെയും പോലെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വത്തെ വിരൽ ചൂണ്ടുവാൻ വേണ്ടി അവരുടെ രചനകളിൽ സമയം കണ്ടെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവല സാധാരണക്കാരനായി അവഗണിച്ചു തള്ളുന്ന പരിഷ്കരണ ഇസ്ലാമികവാദികളുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ വായിച്ച യൂറോപ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്. സാധാരണ മനുഷ്യൻ സാധാരണ പോലക്കാരെ പോലെ ആയിരുന്നെങ്കിൽ അരണ്ട് വരണ്ട് ഭയന്ന് ഉമ്മയോട് നിലവിളിച്ചടുക്കുമായിരുന്നു. അവിടുന്ന് വരണ്ടിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നു. ഹബീബുൽ വറായുടെ ആദരണീയമായ ഖൽബിനെ ശുദ്ധമാക്കിയിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അലം നശ്റഹ് ലക സദ്റക, അല്ലയോ നബിയേ, അവിടത്തെ ഹൃദയം നമ്മൾ വിശാലമാക്കിയില്ലയോ, ശുദ്ധമാക്കി തന്നില്ലയോ നബിയേ? ഇദാ സലഹത സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഒരാളുടെ സൗന്ദര്യവും ഒരാളുടെ ഭംഗിയും അളക്കാൻ തുടങ്ങേണ്ടത് അയാളുടെ ഹൃദയത്തിന്റെ സൗകുമാര്യത കൊണ്ടാണെന്ന് ഹദീസ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അധ്യായം ഇവിടെ കൊണ്ടുവന്നത്. കാരണം ഒരാളുടെ ഖൽബ് ശുദ്ധമായാൽ അയാൾ മുഴുവനും നന്നാണ്. അതിന്റെ നേതാവാണ് സയ്യിദി വ മനാവി വ മൻദറു റുയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം വസല്ലം തങ്ങളുടെ ആദരണീയമായ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ഇനി ഇത് മാത്രം പറഞ്ഞാലോ? ഖൽബ് റസൂലില്ല. അല്ലാഹു തആല ഖുർആനിലൂടെ എവിടുന്ന് പറഞ്ഞു, വമാ കദബൽ ഫുആദു മാ റആ. അല്ലയോ നബിയേ, അവിടുത്തെ ഹൃദയത്തിലേക്ക് ഒരു നെഗറ്റീവ് പോയിന്റും കടക്കില്ല നബിയേ. അത്ര പരിപൂർണമായ ശുദ്ധമായ ഖൽബാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു. തൽക്കാലം അതും ഇന്ന് ഞാൻ പരാമർശം ഒതുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഒരു ദിവസം നമുക്ക് പറയാം, ഖൽബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമുക്ക് പരാമർശിക്കേണ്ട മറ്റൊരു പരാമർശം കൂടി നടത്തി ഞാൻ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് ഒരിക്കലും ഉറങ്ങുകയില്ല. ലാ തുൻകിൽ വഹിയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കറിയുമോ, അവിടുന്ന് അവിടുത്തെ കൽബൊരിക്കലും ഉറങ്ങുകയില്ല. കണ്ണ് രണ്ടും അടഞ്ഞു കിടന്നാലും കൽബുറങ്ങുകയില്ല. അതുതന്നെയാണ് ഇമാമുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാഅത്ത് മലായികത്തുൻ ഇലാ നബിയില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നായിമുൻ ഫഖാല ബഅദുഹും ലിബഅദിൻ ഇന്നഹു നായിം. കുറെ മലായികത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. ഖാല ബഅദുഹും ലിബഅദ്, ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയല്ലേ. വഖാല ബഅദുഹും, അപ്പോൾ മലായികത്തിൽ നിന്ന് പരിചയമുള്ളവർ പറഞ്ഞു, ഇന്നൽ ഐന നായിമത്തുൻ വൽ ഖൽബ യഖ്ളാൻ, അവിടുത്തെ കൽബ് ഉറങ്ങുന്നതല്ല, അവിടുത്തെ മനസ്സിന് ഉറക്കമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് മുഴുവനുമുള്ള ദർശനമാകുന്നു. അത് വഹയിന്റെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് ഇമാമുകൾ എഴുതാനുള്ള കാരണം എന്താണ്? ഖൽബുലായനാം, അവിടുത്തെ കൽബുറങ്ങുകയില്ല. മുതഅല്ലഖും ബി അർശിർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബുള്ളത്. ഇനി അതെല്ലാം വിശദീകരണം അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധി, ഇത് മൂന്നും ഇല്ലെങ്കിൽ കേവല സൗന്ദര്യം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബർണാഷയോട് ഒരു സുന്ദരിയായ പെണ്ണ് കല്യാണം ആലോചിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പെണ്ണ് പറഞ്ഞു, എന്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയും ഒരുമിച്ച് വന്നാൽ നല്ലൊരു പ്രതിഭയെ ലോകത്തിന് കിട്ടും, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കണം. തിരിച്ച് ബർണാഷ പറഞ്ഞു, എന്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയും കൂടി വന്നാൽ ലോകത്തിനൊരു അപശബ്ദനായ ഒരു കുട്ടിയെ കിട്ടും, അതുകൊണ്ട് തൽക്കാലം വേണ്ട. 71 ഗ്രന്ഥങ്ങൾ ഞാൻ ലോകത്തിന്റെ മുമ്പിൽ നിന്ന് പഠിച്ചു നോക്കി. അപ്പോഴോ ഞാൻ മനസ്സിലാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് മുഴുവനും നൽകിയിട്ടില്ല. മിൻ ബദീ ദുനിയാ ഇലാ ഖിലാഇഹാ മിനൽ അഖ്ലി ഫീ ജംബി അഖ്ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ കഹബ്ബത്തി റംലിൻ മിൻ ബൈനി ജമീഇ റിമാലി ദുനിയാ. ലോകത്തുള്ള എല്ലാ മണൽത്തരികളുടെയും അടുത്ത് വെച്ചുകൊണ്ട് ഒരു മണൽത്തരിയുടെ മൂല്യം എത്രയുണ്ടോ അത്രയും പോലും ബുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയുടെ ഭാഗത്ത് ലോകത്തുള്ള എല്ലാവരുടെയും ബുദ്ധി അല്ലാഹു തആല കൊടുത്തിട്ടില്ലാണ്. അവിടുന്ന് ഞാൻ 71 വേദങ്ങളും പഠിച്ചു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുൽ മജീദ് അസീസു സന്ദാനിയെ പോലെയുള്ള ആധുനിക ഗവേഷകന്മാരും അബ്ദുറഹ്മാൻ സഈദുൽ ബാസൻഫറിനെ പോലെ ഓരോ അവയവങ്ങളുടെയും നിരീക്ഷണങ്ങളെ വിലയിരുത്തിയ പണ്ഡിതന്മാരും പറയുമ്പോ ഹബീബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബുൽ കമാലി വന്നവാലി വൽ ജമാലി വൽ വിസാൽ, അവിടുന്ന് പരിപൂർണതയുടെ പര്യായമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നൊരൊറ്റ ആമുഖം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. നാളെ നമുക്ക് കൃത്യസമയത്ത് തന്നെ തുടങ്ങി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിധേയ സൗന്ദര്യം, അവിടുത്തെ നാമ സൗന്ദര്യം നമുക്ക് പറയണം. പിന്നീട് വരുമ്പോ അവിടുത്തെ കണ്ണിന്റെ സൗന്ദര്യം പറയണം, അവിടുത്തെ പുരികത്തെ കുറിച്ച് ഒരു ദിവസം പറയാനുണ്ട്, അവിടുത്തെ നടപ്പിനെ കുറിച്ച് പിന്നെ ഒരു ദിവസം പറയാനുണ്ട്, അവിടുത്തെ വചനമാധുരിയെ കുറിച്ച് പറയാനുണ്ട്, അവിടുത്തെ പൽക്കോവകളെ കുറിച്ച് പറയാനുണ്ട്, അവിടുത്തെ മുടിയെ കുറിച്ച് പറയാനുണ്ട്, അവിടുത്തെ എന്തൊക്കെയാണ് ഇനി പറയാൻ അവസാനിക്കാനില്ലാത്ത അധ്യായങ്ങളുടെ ഉടമയായ ഹബീബി വസാഹിബു വിസ്വാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യധാമങ്ങളുടെ പിന്നാലെ ജീവനും ആദർശവും പണയം വെക്കുന്ന ആധുനിക വ്യവസ്ഥിതികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് പ്രേമിക്കാൻ ഇതാ തികഞ്ഞു നിൽക്കുന്ന ഒരു സൗന്ദര്യധാമമാണ് മദീനയുടെ മണൽപ്പരപ്പിൽ കിടന്ന മാലോകരുടെ നീക്കുപോക്കുകളെയല്ല ഹൃദയ ചലനങ്ങളെ അറിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടത്തെ സ്നേഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുവാൻ, അവിടുത്തെ സൗന്ദര്യം അറിയുക.
കൊല്ലവും അവിടുത്തെ മഹബത്ത് തന്നെ പറയണമെന്നായിരുന്നു. പക്ഷേ സൗന്ദര്യത്തിൽ ഞാൻ വീണുപോയത് കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ നിന്ന് ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അശ്ശിഫയിലെ പരാമർശങ്ങൾ മാത്രം പറയാൻ സ്വഹാബികൾ അനുവദിക്കില്ല. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശം കൊണ്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ നാളെ ഉള്ളവരെന്ന് പറയും മലായിക്കത്തിനെ അല്ലാഹു തആല നൂറിൽ നിന്ന് പടച്ചു, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിൽ നിന്ന് പടച്ചു എന്നാണോ? അല്ല. ഇനി അങ്ങനെ പ്രചരിപ്പിക്കാൻ അത് ശ്രമിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി ഒരു ഐഡന്റിറ്റി സ്വന്തമായി ഖുർആൻ പറയുന്നു, നൂറുൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലായിക്കത്തിനെ അല്ലാഹു തആല പ്രകാശത്തിൽ നിന്ന് പടച്ചു. അവരോട് കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒരു നേച്ചറിൽ പ്രകാശത്തിന്റെ സൃഷ്ടികളാണ്. അവർക്ക് നല്ല രൂപത്തിലേക്കൊക്കെ മാറാൻ കഴിയും. ആലമുൽ മലായിക എന്ന പേരിൽ മാത്രം ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും വിഷയങ്ങൾ നമുക്ക് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വന്തമായ ഐഡന്റിറ്റിയാണ് നൂറുൻ അലാ നൂർ. അല്ലാഹു തആല മലായികത്തിനെ നൂറിൽ നിന്ന് പടച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറുൻ അലാ നൂറിൽ നിന്ന് പടച്ചു. അതുകൊണ്ട് അവിടത്തേക്ക് നിഴലില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ ചവിട്ടിയാൽ മണലിൽ ചവിട്ടിയ അടയാളം ഉണ്ടാവില്ല. കാരണം എന്താണ്? ആരെങ്കിലും ഒന്ന് മൂത്രമൊഴിച്ചിട്ട് അവിടുത്തെ കാൽപ്പാടിന്റെ പുറത്ത് നജസാകുമോ എന്ന ഭയം കൊണ്ട് അല്ലാഹു തആല അത് കൊടുത്തിട്ടില്ല. ചെരുപ്പില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നാൽ അവിടുത്തെ കാല് നല്ല പൂഴി മണ്ണാണെങ്കിലും അവിടുന്ന് മണലിൽ പതിയുകയില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് പാറപ്പുറത്തുകൂടി നടന്നാലോ പൊതുവെ ആരും അവിടുന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പാറയുടെ പുറത്തു പോകാറില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ പാദം പാറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഇമാമുകൾ നിവേദനം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഡൽഹി ജുമാ മസ്ജിദിൽ അതിന്റെ ഒരു നഖ്ശപ്പായ മുസ്തഫ കെ ഖുസറവി അച്ചീലഗി അവിടുത്തെ ആദരണീയമായ പാദത്തിന്റെ ഒരു അടയാളം പാറയിൽ പതിഞ്ഞത് ഇന്നും ഡൽഹി ജുമാ മസ്ജിദിൽ സൂക്ഷിപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൂടെ പോയി കാണാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവിടുത്തെ മഹബ്ബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആദരണീയമായ പാദത്തിന്റെ സ്പർശത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം കൊടുക്കുമ്പോ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കാനും അവിടത്തെയോട് അടുക്കാനുമാണ് അവിടുത്തെ സൗന്ദര്യം നാം അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഖൽബുകൾ കൊടുക്കുക ഇലാ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുക. അവിടുത്തെ സൗന്ദര്യത്തിൽ ആമഗ്നരായി വീഴുക. ഇന്ന് യുഎഇയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ അലിയുൽ ജിഫ്രി അദ്ദേഹത്തിന്റെ കിതാബിന്റെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നതായി കാണാം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബുകൊണ്ട് അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ മജ്ലിസ് മറ്റുള്ളതുപോലെ മാത്രമല്ല, നമ്മുടെ ഈ മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയാനും അടുക്കാനും വന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എന്റെ പ്രസംഗത്തിന് നല്ല രാഗവും ഈണമൊന്നും കൊടുക്കാൻ എനിക്ക് കഴിയില്ല. കാരണം മൂക്ക് പറഞ്ഞ ഉടനെ അവിടുത്തെ ചെവി പറയണം, അവിടുത്തെ ചെവി പറഞ്ഞ ഉടനെ അവിടുത്തെ കേൾവി പറയണം, അവിടുത്തെ കേൾവി പറഞ്ഞ ഉടനെ അവിടുത്തെ കൈയെക്കുറിച്ച് പറയണം, അവിടുത്തെ ആദരണീയമായ കരസ്പർശം കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ വിരിമാറിന്റെ സൗന്ദര്യം പറയണം, അവിടുത്തെ മാറത്തുള്ള രോമത്തിന്റെ സൗന്ദര്യം പറയണം. അതുപോലെ ഓരോന്നും വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് അതിനോട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നാളെ ഖബറിൽ വെച്ച് കാണിച്ചു തരുമ്പോ അതഅരിഫു ഹാദ റജുൽ, ഇയാളെ അറിയുമോ, ഇദ്ദേഹത്തെ അറിയുമോ, ഇതാരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോ ഹാദാ മലാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാനാണ് പ്രിയപ്പെട്ടവരെ ഈ 7 ദിവസം ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു തആല അതിന് കാരണമാക്കി തരുമാറാകട്ടെ. അതല്ല സ്വപ്നത്തിൽ കാണിച്ചു തരുമ്പോൾ ഇത് നിനക്കറിയുമോ എന്ന് ഒരാൾ ചോദിക്കാതെ ഇതാ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തെക്കുറിച്ചും അവിടുത്തെ നടപ്പും ഇരിപ്പുമൊക്കെ ഹദീസിൽ നിന്ന് വായിച്ചു പഠിക്കുമ്പോ സ്വപ്നത്തിൽ വരുന്ന ആ വലിയ പൂർണ്ണേന്ദുവിനെ കാണുമ്പോ ഇതെന്റെ ഹബീബാണെന്ന് ഒരാളോടും ചോദിക്കാതെ അറിഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രണയം നടത്താൻ അല്ലാഹു
അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കാരണമാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള വാർഷിക പ്രഭാഷണമല്ല. അല്ലാഹു തആല കബൂലാക്കുന്ന അവിടുത്തെ അഹ്ലുൽ ബൈത്തിലെ ഒരു സന്നിധാനമാകുന്ന ബഹുമാനപ്പെട്ട കൊച്ചുതങ്ങളുടെ പാപ്പായുടെ ചാരത്തിരുന്നുകൊണ്ട് അവിടുത്തെ വലിയുപ്പയുടെ മദ്ഹ് പറയുന്ന ഈ മജ്ലിസ് നാളെ അവരുടെ കയ്യിൽ പിടിച്ച് ഹബീബിന്റെ ലിവാഹിന്റെ കീഴിലേക്ക് പോകാൻ നമ്മുടെ ഈ മജ്ലിസ് കാരണമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആ നിയ്യത്ത് വെച്ചുകൊണ്ട് മുഹിബ്ബുകളെ, ഇന്ന് മുതൽ നാളെ മുതൽ നിങ്ങൾ ഈ മജ്ലിസിലേക്ക് എത്തിച്ചേരണം. എന്റെ പ്രസംഗം കേൾക്കാനെന്ന ലക്ഷ്യം മാത്രമല്ല, എന്റെ കൽബിന്റെ രാജാവായ ഹബീബിനെ അറിയാൻ, നാളെ അവിടുത്തെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ, അവിടുത്തെ പേരക്കുട്ടിയായി ഇവിടെ കിടക്കുന്ന കൊച്ചുതങ്ങൾ പാപ്പായുടെ ചാരത്ത് നിന്നുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയും ഒരു നിമിത്തവും സൃഷ്ടിക്കപ്പെടാൻ അല്ലാഹു തആല ഇതുകൊണ്ട് കാരണമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ വിശദീകരിക്കുകയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ മുകാശഫത്തുൽ ഖുലൂബിൽ വിശദീകരിക്കുന്നു. ഒരാൾ അവിടുന്ന് കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ കാണുന്നു. അന്ന റജുലൻ കാന ഗാഫിലൻ അനി സ്വലാത്തി അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അശ്രദ്ധനായ ആളായിരുന്നു. ഫറഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ ഫിൽ മനാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ സലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴാണ് കാണുക, അപ്പൊ സലാത്ത് ചെല്ലാത്ത ആളെങ്ങനെ കാണും? ഹിദായത്തിന് വേണ്ടി ചില അമുസ്ലിമീങ്ങൾ കണ്ടുകൊണ്ട് ഹിദായത്തായ സംഭവം നമ്മൾ മങ്കൂസ് മൗലിദിൽ തന്നെ ഓതുന്നുണ്ട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിന് വിഷമമായി, അയലത്തുകാരൻ വിഷമിപ്പിച്ചപ്പോ. അതുകൊണ്ട് ആ കാഫിർ ആദ്യം കാണുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. ആ സ്വപ്നത്തിലൂടെ അയാൾ ഇസ്ലാമിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അവിടുന്ന് യസീദിന്റെ പട്ടാളം തട്ടിത്തെറിപ്പിച്ച് അറുത്തു മാറ്റി കൊണ്ടു നടന്ന പ്രകടനം നടത്തിയപ്പോൾ അത് സ്നേഹത്തോടെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി സുഗന്ധം പൂശിയ ഒരു ജൂതൻ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. എന്നിട്ട് അവിടുന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഹിദായത്ത് നേടുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. സന്തോഷം കൊണ്ട് മാത്രം പറയാം, മെനിഞ്ഞാന്ന് വരെ ദുബൈയിലും റാസൽ ഖൈമയിലും ദിബ്ബയിലും അതുപോലെ തന്നെ UAE ഒരുപാട് എമിറേറ്റ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തി വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകാമെന്നതുകൊണ്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ എന്താ വഴി? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ എന്താ വഴി? ഒരു കൃത്യമായ ഒരു ഉപാധിയില്ല. നിധി കിട്ടാൻ എന്താ വഴി? അതുപോലെയാണ്. ഒരാൾക്ക് പറമ്പിൽ നിധി കിട്ടിയതുകൊണ്ട് അയാളുടെ വീടിന്റെ കിഴക്കേ പുറത്താണ് കിളച്ചപ്പോ നിധി കണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ എന്റെ വീടിന്റെ കിഴക്കേ പുറത്ത് കിളച്ചിട്ട് കാര്യമില്ല. ചിലപ്പോ എന്റെ വീട്ടിന്റെ പടിഞ്ഞാറപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ ചില ആളുകൾ സുന്നത്തുമായി ബന്ധപ്പെട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്തുമായി ബന്ധപ്പെട്ട് അതിലയിച്ചു നിന്നപ്പോ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന ഇമാം അഹ്ലുസ് സുന്ന എന്ന പേരും കിട്ടും. ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ടു. ഉടനെ അന്ന് രാത്രി സുയൂത്തി ഇമാം തങ്ങളെ അല്ലാഹു റസൂൽ വിളിക്കുക, അല്ലയോ യാ മുഹദ്ദിസുൽ ഉലമാ. സുയൂത്തി ഇമാം തങ്ങൾ പറയും, ഇതുപോലെ പെരുന്നാൾ എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല, എന്നെ നബി തങ്ങൾ വിളിക്കുകയാണ് മുഹദ്ദിസുൽ ഉലമാ എന്ന് വിളിച്ചു. അത് കേട്ടതുപോലുള്ള സന്തോഷം എനിക്ക് ലോകത്തുണ്ടായിട്ടില്ല. ഞാൻ 70 പരം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ കണ്ടു. അപ്പോഴിൽ വെച്ച് ഏറ്റവും സന്തോഷമുണ്ടായത് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു മുഹദ്ദിസുൽ ഉലമാ എന്നെ വിളിച്ചു. കാരണം എന്താണ്? ജാമിഉൽ കബീർ എന്ന കിതാബ് ഉണ്ടാക്കിയതിന്റെ കാരണമാണ്. അതുപോലെ ഞാൻ കൊല്ലത്ത് വെച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു, ജാമിഉൽ ശമാഇൽ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അല്ലൂം അൽ ഖൈറുവാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. കാരണം ആ ഗ്രന്ഥരചനയാണ്. ചില ആളുകൾ പാടെ സ്വലാത്ത് ചൊല്ലി നടക്കുന്നു, എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഇപ്പോ UAE ജീവിച്ചിരിക്കുന്ന അലിയുൽ ജിഫ്രി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനായ സയ്യിദാന പണ്ഡിതനാണ്, ലോക പണ്ഡിത നിലയിലെ ഉയർന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന വലിയ പൂതിയായി. ഞാനിത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു ഉദാഹരണം എന്ന നിലയിൽ എനിക്ക് വല്ലാതെ ആഗ്രഹമായി. ഞാനന്ന് രാത്രി പാലിക്കേണ്ട മുഴുവൻ സുന്നത്തും പാലിച്ചിട്ട് ഞാൻ കിടന്നു. വെളുപ്പിന് സുബഹിയുടെ സമയം അടുത്തപ്പോ അതാ ഒരു വെളിച്ചം കാണുന്നു. എന്റെ ആത്മീയ ഗുരുക്കൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഹദറത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് എന്നെ കൊണ്ടുപോയി എന്ന് കാണിച്ചതേ ഉള്ളൂ. സുബഹിയുടെ വാങ്ക് വിളിച്ചുപോയി. ഞാനെന്ന് പള്ളിയിലേക്ക് പോയത് ഹസീനൻ, വല്ലാത്ത ദുഃഖം. കാരണം കാണാൻ തുടങ്ങിയപ്പോഴേക്കങ്ങ് മറഞ്ഞുപോയി.
വല്ലാത്ത ദുഃഖമായി. ഞാനിങ്ങനെ ആരോടും കുടുംബക്കാരോടൊന്നും മിണ്ടിയില്ല. ഇതെന്നെ മുഹിബ്ബുകൾക്ക് വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, ഞാൻ അങ്ങനെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ എന്റെ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നീ വളരെ സൂക്ഷ്മമായ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഞാൻ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്നപ്പം ഒന്നുമെടുത്ത് പള്ളിയിൽ കയറി ഞാൻ മുസ്ഹഫ് തുറന്നപ്പോൾ യാദൃച്ഛികമായി ആദ്യം കണ്ടത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്താണ്. എന്തോ ഒരു യാദൃച്ഛികത ഇതുമായി എനിക്ക് തോന്നി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ നിന്നു. ഞാൻ ഓതിയ ആയത്ത് ഇമാമിനറിയില്ല. പക്ഷേ ഇമാം എന്ന നിസ്കാരത്തിൽ ഓതുന്നു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അങ്ങനെ ഞാൻ എവിടുന്ന് ഇതിനെന്തൊക്കെയോ യാദൃച്ഛികതയുണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ വന്നിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞു ഒരു അബുജദിന്റെ കണക്കുണ്ടല്ലോ, അലിഫ് 1 ബാ 2 എന്നൊക്കെ ഉസ്താദ് പറഞ്ഞല്ലോ. അതുപോലെയുള്ള കണക്കു പ്രകാരം നോക്കുമ്പോ ഒരു 63ന്റെ കണക്കാണ് എനിക്ക് കാണുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിന് ഞാൻ കാണുന്നത് 63ന്റെ കണക്കാണ്. ഞാൻ അതിന്റെ പിന്നാലെ തന്നെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉംറാണല്ലോ. ലഅംറുക, അല്ലയോ നബിയേ അവിടുത്തെ വയസ്സുകൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് ഖുർആനിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ആയത്തുമായി അതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ലഅംറുക, അല്ലയോ നബിയെ അവിടുത്തെ പ്രായം കൊണ്ട് സത്യം. അങ്ങനെ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോ ഹജ്ജത്തുൽ വദാഇൽ നബി തങ്ങൾ അറുത്ത ഒട്ടകങ്ങളുടെ എണ്ണം 63ആണ്. ആ 63 എണ്ണം ഒട്ടകത്തെ അറുത്തിട്ട് ബാക്കി 37 എണ്ണത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് അറുക്കാൻ ഏൽപ്പിച്ചു. ഞാൻ എന്റെ അന്വേഷണം വിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. അതിലേക്കുള്ള സൂചനയാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. അതിലേക്കുള്ള സൂചനയാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. അതും വലിയൊരു സുബോധർക്കമായ കാര്യമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അല്പം പ്രായം കൂടിയ ആളാണ്. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് അതും 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു എന്ന് മാത്രമല്ല, നബിതങ്ങൾ അറക്കാൻ ഏൽപ്പിച്ച ഒട്ടകം 37ആണ്. നബിതങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 37 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് 63 വയസ്സായത്. ലഅംറുക നബിയേ, അവിടുത്തെ വയസ്സിന് പ്രത്യേകതയുണ്ട് നബിയേ. ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോ പിറ്റേന്ന് രാവിലെ എന്റെ പൊന്നു മോൾ ഓടി വന്നു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട മോള് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിം സയ്യിദ് കുടുംബത്തിലെ ഒരു അനുഭവം എഴുതി വെക്കുകയാണ്. എന്റെ മോൾ ഓടി വന്നിട്ട് എന്റെ വാപ്പ ഞാൻ കണ്ട നല്ലൊരു സുവിശേഷം കണ്ടു. എന്താണ് മോളെ കണ്ടത്? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കണ്ടപ്പോ പക്ഷെ എനിക്ക് 2 കാര്യം വിട്ടുപോയിപ്പ. എന്താണ്? യാ അയ്യത്തുഹാന്നും കേട്ടു, അൽ മുത്മഇന്നാന്നും കേട്ടു. ഏതായത്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഖുർആനിൽ മുഴുവൻ എത്ര സ്ഥലത്തുണ്ട് അൽ മുത്മഇന്ന എന്ന പ്രയോഗം? 2 സ്ഥലത്തേ ഉള്ളൂ. അതിൽ യാ അയ്യത്തുഹ കൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ മുത്മഇന്ന വരുന്ന ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ ആയത്തിന്റെയും എണ്ണം 63ആണ്. എന്റെ മകളിലൂടെയാണ് ഇതിന്റെ പൂർത്തീകരണം എനിക്ക് കിട്ടിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുഹിബ്ബുകൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്ന് അതാ സലാത്തുൽ അഹ്യാർ എന്ന കിതാബിൽ, സലാത്തുൽ അഹ്യാർ ഫീ കിതാബുൽ അഹ്യാർ ഫീ സലാത്തി സയ്യിദുൽ അബ്റാർ എന്ന മറ്റു പേരുള്ള ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ട അലിയുൽ ജിഫ്രി അദ്ദേഹത്തിന്റെ അനുഭവം വിശദീകരിക്കുകയാണ്. അല്ലാഹു ആ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമുക്കും ദർശനം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു പോയത്, അങ്ങനെയുള്ള ആളുകളൊക്കെ
ഒരുപക്ഷെ കണ്ടേക്കാം എന്ന നിലയിൽ അത് കാണാനുള്ള കൃത്യമായ സ്കെയിൽ എനിക്ക് പറയാൻ പറ്റില്ല. താജു സലാത്ത് ചൊല്ലിയ ഒരാൾ കാണും, ചിലപ്പോൾ സലാത്തു ദാത്തിയത്തുൽ മുഹമ്മദിയ ചൊല്ലിയാൽ ഒരാൾ കാണും, ഒരാൾ ചൊല്ലാതെ ചിലപ്പോൾ കാണും. പക്ഷേ മഹബ്ബത്ത് വേണം. അതുകൊണ്ട് ആ മഹബ്ബത്തിന് വേണ്ടിയാണ് മൻ അഹബ്ബ ശൈഅൻ, ഒരാൾ വസ്തുവിനെ പ്രേമിച്ചാലോ പിന്നെ കാണണം. ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ട പെണ്ണിനെ പ്രേമിച്ചു, ഇനി എന്തായാലും കണ്ടേ പറ്റൂ. അതുകൊണ്ട് പ്രേമിച്ചാൽ കാണണം. അപ്പൊ നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു എന്ന മനസ്സിരുത്തി ഇവിടെ വെച്ച് പറയുക. നമുക്ക് നാളെ മുതൽ അവതരണത്തിലൂടെയും അതിന്റെ പരിസമാപ്തിയും സ്വപ്നത്തിലൂടെയും അവസാനം സ്വർഗത്തിലും കാണാൻ അല്ലാഹു തആല മജ്ലിസ് കാരണമാക്കി തരുമാറാകട്ടെ. അപ്പൊ പറയുകയാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ പറയുന്നു, ഫറഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ ഫിൽ മനാം. അങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. പക്ഷേ അയാൾ സ്വലാത്തിൽ ശ്രദ്ധിക്കാത്ത ആളാണ്. വലം യൽതഫിത് ഇലൈഹി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളിലേക്ക് തിരിഞ്ഞില്ല. ഫഖാല, അപ്പൊ കണ്ട വിശ്വാസിക്ക് സ്വലാത്തിൽ അശ്രദ്ധനാണെങ്കിലും അയാൾക്ക് വിഷമം കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൻത അലയ്യ ഗളബാൻ, നബിയേ തങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? ഖാലലാ, നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ദേഷ്യമൊന്നുമില്ല മോനെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് തങ്ങളെ എന്നെ നോക്കാത്തത്? ഉടനെ പറഞ്ഞു, അന്നീ ലാ അഅരിഫുക, എനിക്ക് നിന്നെ പരിചയമില്ല, എനിക്ക് നിന്നെ പരിചയമില്ല, അതുകൊണ്ടാണ് നിന്നെ നോക്കാത്തത്. ഉടനെ ഇയാൾ പറയുന്നു, കൈഫ ലാ തഅരിഫുനി വഅന റജുലുൻ മിൻ ഉമ്മതിക, ഞാൻ അവിടുത്തെ സമുദായത്തിൽപ്പെട്ട ഒരാളാണല്ലോ, എന്നിരിക്കെ എന്നെ എങ്ങനെ അറിയാതിരിക്കും നബിയേ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഅറഫു ബി ഉമ്മതിക മിനൽ വാലിദതി ബിൽ വലദി, ഉമ്മാക്ക് മകനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിനെ അറിയാമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്താണ് തങ്ങളെ തങ്ങൾക്ക് എന്നെ അറിയാതെ പോയത് നബിയേ? ഉടനെ അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖൂ, അവര് പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ ലാ തദ്കുറുനി ബിസ്സലാഹ് വഇന്ന മഅരിഫതി ബി ഉമ്മതി ബിഖദ്രി സ്വലാത്തിഹിം അലയ്യ, ഞാൻ ഒരാളെ അറിയുന്നതിന്റെ മാനദണ്ഡം എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്നോട് സ്വലാത്ത് ചെല്ലാത്ത ആളാ, അതുകൊണ്ട് നിങ്ങളെ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ തങ്ങളോട് പറഞ്ഞു, നബിയേ എന്നെ കൈയൊഴിയല്ലേ നബിയേ, ഉസല്ലി കുല്ല യൗമിൻ വലൈല അലൈക യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ മേൽ എല്ലാ രാപ്പകലുകളിലും സ്വലാത്ത് ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തെ ഏറ്റെടുക്കുന്നു. അത് ജീവിതകാലം മുഴുവനും നിലനിർത്തുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ അറിയാനും അവസാനം ഖബറിൽ വെച്ചും അവസാനം ലോകത്തോട് വിട പറഞ്ഞ് പരലോകത്തെ ലിവാവുമായി സ്വർഗത്തിലേക്ക് വരുമ്പോ അവിടുത്തെ പിന്നണിയിൽ കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബിബറക്കത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി ഇന്ന് തൽക്കാലം പിരിയാം. നാളെ നിങ്ങളെല്ലാം നേരത്തെ വരിക, ഞാൻ ഇൻഷാ അല്ലാഹ് വരാം നമ്മുടെ മുഹിബ്ബിനെ കുറിച്ച് പറയാൻ. അവിടുത്തെ കണ്ണും കാതും കൽബും
നമ്മുടെ ലൈബ്രറി, നമ്മുടെ പുസ്തകമേളയുടെ തുടക്കമെന്ന നിലയിലുള്ള പുസ്തക കൈമാറ്റമുണ്ട്. അതും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഒരുപാട് തവണ അവിടുത്തെ കാണാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ലആലു മഹബ്ബത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് വിശദീകരിക്കുന്നു. വസാലി ഇമാം തങ്ങൾ തന്നെ അവിടുന്ന് പറയുന്നു, വജാഅ ഫിൽ ഖബരി അന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജാഅ യൗമൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി ഞാൻ അങ്ങ് പറയാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രാത്രി വന്നിട്ട് ഒരിക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ എല്ലായ്പ്പോഴും അവിടുത്തെ അടുക്കലേക്ക് വരുമ്പോ വലിയ പരവതാനിയിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന ഒരു മലക്കിനെ കാണാറുണ്ട്. പക്ഷേ ഇന്നലെ വന്നപ്പോ ആ മലക്കിങ്ങനെ വഴിയിൽ കിടക്കുന്നത് കണ്ടു നബിയേ. ഞാൻ ആ മലക്കിനോട് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയതെന്ന് ചോദിക്കുമ്പോ മലക്ക് പറഞ്ഞു, ഞാൻ വലിയ പദവിയിലായിരുന്നു, പക്ഷേ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവഴി പോയപ്പോ എനിക്ക് എഴുന്നേറ്റു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ അല്ലാഹു തആല എന്റെ ദറജയെ താഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ട് ജിബ്രീൽ എന്നോട് അവിടുന്ന് ശുപാർശ തേടിയിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് ഞാൻ അവിടെ ശുപാർശ ചെയ്യട്ടെയോ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ അവിടുത്തെ അനുമതി കൊണ്ട് ശുപാർശ ചെയ്യുന്നു. അല്ലാഹു തആല അത്തരം വലിയ മഹബ്ബത്ത് വെച്ച് ഹബീബിനെ ഒരുപാട് തവണ സ്വപ്നത്തിൽ കണ്ട് രസിച്ച് അവസാനം മരണപ്പെടുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ നൂറുഹും യസ്ആ ബൈന ഐദീഹിം. അവരുടെ ഇടയിൽ പ്രകാശമാകുന്ന നബിതങ്ങൾ വന്ന മുഅ്മിനീങ്ങൾക്ക് സമാധാനം നൽകുന്ന സക്കറാത്തിന്റെ സമയത്ത് ഹബീബായ നബിയെ കണ്ടു മരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على حبيبك ونبيك وصفيك وخليلك نبي الرحمة محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മഹബ്ബത്തിന് വേണ്ടി അവിടുത്തെ സൗന്ദര്യവും അവിടുത്തെ കൈയും അവിടുത്തെ കണ്ണും കാലുമൊക്കെ കണ്ടും പറഞ്ഞും അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അത് പറയാനുള്ള ഇൽമും തൗഫീഖും അത് കേട്ട് രസിക്കാനും അത് കൊണ്ട് സുഖിക്കാനും അവസാനമായ ഹബീബിലേക്ക് ചേരാനുമുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്തെന്ന നിലയ്ക്ക് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾക്ക് ഹബീബായ നബി തങ്ങളെ കാണാൻ ഈ മജ്‌ലിസ് ഒരു കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഒരുപാട് തവണ അവിടുത്തെ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാ.
അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് നിന്നീ മജ്‌ലിസ് തുടങ്ങിയത് ആഫിയത്തോടെ ഉണ്ടെങ്കിൽ ഇവിടെ വളണ്ടിയറായി ഓടി നടക്കേണ്ടിയിരുന്ന ഫാറൂഖ് എന്ന സഹോദരന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ്. ആ സഹോദരന്റെ ഖബറിലേക്ക് നേരം പോക്കി നീ മജ്‌ലിസ് ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ രംഗുള്ള സഹപ്രവർത്തകരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ബന്ധുജനങ്ങളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. 7 ദിവസവും ഇവിടെ വന്ന് നിന്റെ ഹബീബിനെ പറയാനും കേൾക്കാനും അവസാനം അത് അനുഭവിക്കാനും ഈ മജ്‌ലിസ് ഖബൂലാക്കി തരണേ അല്ലാ. റബ്ബുൽ അലീമായ റബ്ബേ, ഞങ്ങൾ സാധുക്കളായ നിന്റെ അടിമകളാണ്. ഞങ്ങൾക്ക് വസീല നബിതങ്ങളല്ലാതെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വസീലത്തുൽ ഉളമ ഞങ്ങൾക്ക് മുറുക്കി തരണേ അല്ലാ. അതിന്റെ ബന്ധം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അർഹമുർ-റഹീമേ, ഇതിന്റെ സംഘാടകരായി ഓടി നടക്കുന്നവർ, ഇതിനെ കഷ്ടപ്പെടുന്നവർ, സഹായിച്ചവർ, സഹകരിക്കുന്നവർ, ഇതിനു വേണ്ടി വേണ്ട ഒത്താശകൾ ചെയ്തവർ, ആശീർവാദം നൽകിയ ഉസ്താദുമാർ, സേവനം ചെയ്യുന്ന വളണ്ടിയർമാരടക്കം എല്ലാവരെയും നിന്റെ ഹബീബിന്റെ മുഹിബ്ബുകളിലായി സ്വീകരിക്കണേ റഹ്മാനേ. വൈരാഗ്യമേകണേ അല്ലാ. ബിബറകത്തി റസൂൽ